ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് നവംബർ 7 വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ബഹുമാന്യനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ലേഖനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കണ്ടവർ വീണ്ടും കാണാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് കൂടി പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്ക് ഇന്നത്തെ റിപ്പോർട്ടിലേക്ക് കടക്കാം. SIR നടത്തിപ്പിലെ ശരി തെറ്റുകൾ എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എഴുതിയിട്ടുള്ള ലേഖനമാണ്. ആ ലേഖനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ കൃത്യമായും എല്ലാവരും ഇത് സശ്രദ്ധം വീക്ഷിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അടിസ്ഥാനപരമായി ഇന്ത്യൻ പൗരനായിരിക്കുക എന്നതും 18 വയസ്സ് പൂർത്തീകരിക്കുക എന്നതുമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മാനദണ്ഡം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി പ്രവൃത്തികളോ മറ്റു കുറ്റകൃത്യങ്ങൾ കാരണമായോ അയോഗ്യനാക്കപ്പെട്ടാൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് അയോഗ്യനാക്കപ്പെടാം. 19-ാം വകുപ്പ് അനുസരിച്ച് 18 വയസ്സ് പൂർത്തീകരിക്കുന്ന പൗരന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടേണ്ട മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനാണ് എന്ന് തെളിയിക്കപ്പെടുകയും വേണം. ഒരു വ്യക്തി ഒരു നിയോജക മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് 1950 ജനപ്രതിനിധി നിയമത്തിലെ സെക്ഷൻ 20 പ്രകാരവും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ പ്രകാരവുമാണ്. അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ആ വ്യക്തി 3 കാര്യങ്ങൾ തെളിയിക്കണം. 1, ഇന്ത്യൻ പൗരനാണ്. 2, 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. 3, ഒരു നിയോജക മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനാണ്. 10ാം ക്ലാസ് പൂർത്തീകരിച്ച വ്യക്തികളെ സംബന്ധിച്ച് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലൂടെ പൗരത്വവും പ്രായവും തെളിയിക്കാനാകും. 10ാം ക്ലാസ് പൂർത്തീകരിക്കാത്ത ആൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലൂടെ പ്രായവും പൗരത്വവും തെളിയിക്കാം. പാസ്പോർട്ട് ഇല്ലാത്ത 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പൗരത്വവും പ്രായവും തെളിയിക്കാനാവും. 10ാം ക്ലാസ് പൂർത്തീകരിക്കാത്ത, പാസ്പോർട്ട് ഇല്ലാത്ത, ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അവർ ഇന്ത്യയിൽ ജനിച്ചതാണ്. അവരുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ചതാണ്. അവർ ഇന്ത്യൻ പൗരന്മാരുമാണ്. എന്നാൽ രേഖകൾ ചോദിച്ചാൽ അതുണ്ടാവണമെന്നില്ല. രേഖകളില്ല എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് പൗരത്വവും വോട്ടവകാശവും നഷ്ടപ്പെട്ടേക്കാം. അതാണ് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമായി കാണുന്നത്. 1/1/2002 യോഗ്യത തീയതിയായി കണക്കാക്കി രേഖകൾ ഉള്ളവരും ഇല്ലാത്തവരും പൗരത്വവും പ്രായവുമൊക്കെ തെളിയിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. 27/10/2025 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആൻഡമാൻ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് 1/1/2026 യോഗ്യതാ തീയതിയായി കണക്കാക്കി വോട്ടർ പട്ടികയുടെ പ്രത്യേക സമഗ്ര പുനഃപരിശോധന നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. 24/6/2025 ഉത്തരവിലൂടെ ബീഹാറിൽ നടത്തിയ പ്രക്രിയ മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തുക എന്നതാണ് നിർദ്ദേശം. ബൂത്ത് തല ഉദ്യോഗസ്ഥന്മാരെ എന്യൂമറേഷൻ ഫോം കൊടുത്ത് വീടുകളിലേക്ക് അയച്ച് ഫോം പൂരിപ്പിച്ച് വാങ്ങുക എന്നതാണ് ആദ്യത്തെ പ്രക്രിയ. വീട്ടിൽ ചെല്ലുമ്പോൾ വീട് പൂട്ടിയിരിക്കുകയാണെന്ന് കണ്ടാൽ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്യൂമറേഷൻ ഫോം വെച്ച് 3 തവണയെങ്കിലും വീടുകൾ കയറി പൂരിപ്പിച്ച ഫോമുകൾ വാങ്ങാനാണ് നിർദ്ദേശം. നിലവിലുള്ള വോട്ടർമാർക്ക് എന്യൂമറേഷൻ
എന്യൂമറേഷൻ ഫോമുകൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യുകയും പൂരിപ്പിച്ച ഫോമുകളും രേഖകളും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. ഏതെങ്കിലും ഒരു വോട്ടർ ഫോമും രേഖകളും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടറുടെ വീട്ടിലെത്തുമ്പോൾ ബൂത്ത് തല ഉദ്യോഗസ്ഥൻ പരിശോധിക്കേണ്ടതാണ്. ലഭിച്ച എന്യൂമറേഷൻ ഫോമുകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കണം. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷം പട്ടികയിലുള്ള വോട്ടർമാരുടെ യോഗ്യത സംബന്ധിച്ച് അന്വേഷണം നടത്തി യോഗ്യതയില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. യോഗ്യത എന്ന് വെച്ചാൽ പൗരത്വം, 18 വയസ്സ്, സ്ഥിരതാമസം എന്നിവയാണ്. പൗരത്വത്തിൽ സംശയമുള്ള ആളുകളുടെ വിവരങ്ങൾ 1955 പൗരത്വ നിയമപ്രകാരമുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് നൽകാൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യൻ പൗരത്വമില്ലാത്ത ആളെ വിദേശി എന്ന് വിളിക്കാം. ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ രേഖകളില്ലാത്ത ഒരാളെയും ബൂത്ത് തല ഉദ്യോഗസ്ഥനെ വിദേശി എന്ന് വിളിക്കാം. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവിന്മേൽ ജില്ലാ മജിസ്ട്രേറ്റിനും 1-ാം അപ്പീലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് 2-ാം അപ്പീലും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക സമഗ്ര പുനഃപരിശോധനയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് അവരുടെ ബൂത്ത് തല ഏജൻറ്റുമാരുടെ പട്ടിക ആവശ്യപ്പെടാവുന്നതാണ്. വീടുകൾ തോറും എന്യൂമറേഷൻ നടത്തുന്നതിന് മുമ്പായി ബൂത്ത് തല ഓഫീസർമാർ ബൂത്ത് തല ഏജൻറ്റുമാരുടെ യോഗം വിളിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതാണ്. കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുമെല്ലാം നടത്തിയതിന് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്യൂമറേഷൻ ഫോമിൻ്റെ പ്രത്യേകതകൾ എന്ന തലക്കെട്ടിൽ 1/7/1987 മുമ്പ് ജനിച്ചവർ ജനന തീയതികളും എന്യൂമറേഷൻ ഫോമിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള തലക്കെട്ട് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. 1/1/1987 മുമ്പ് ജനിച്ചവർ ജനനത്തീയതിയും ജനിച്ച സ്ഥലവും തെളിയിക്കാനുള്ള രേഖകൾ നൽകണം. 1/1/1987 2/12/2004 ഇടയിൽ ജനിച്ചവർ അപേക്ഷകൻ്റെ ജനനത്തീയതിയും ജനനസ്ഥലത്തോടൊപ്പം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടതാണ്. അടുത്തത് 2/12/2004 ശേഷം ജനിച്ചവർ അപേക്ഷകൻ്റെ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്നതോടൊപ്പം മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടതാണ്. മാതാവോ പിതാവോ ആരെങ്കിലും ഇന്ത്യൻ പൗരനല്ലെങ്കിൽ അപേക്ഷകൻ ജനിച്ച സമയത്ത് അവർക്കുണ്ടായിരുന്ന സാധുവായ പാസ്പോർട്ടിൻ്റെയും വിസയുടെയും കോപ്പി നൽകേണ്ടതാണ്. ഇതൊക്കെ കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും രേഖകളും വിദേശിയായ മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അപേക്ഷകൻ ജനിച്ച സമയത്ത് ഉള്ള വിസ എവിടെ നിന്ന് കൊടുക്കും, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടാതെ അനുവദനീയമായ രേഖകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥനെത്തുന്ന ഐഡൻറ്റിറ്റി കാർഡ്, ഡോക്ടർ, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറോ, വനാവകാശ രേഖയോ, ജാതി സർട്ടിഫിക്കറ്റോ, NRCയിൽ ഉൾപ്പെട്ട രേഖയോ, സർക്കാർ വീടോ ഭൂമിയോ പതിച്ചു നൽകിയതിൻ്റെ രേഖയോ, സർക്കാർ അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റോ, സംസ്ഥാനങ്ങളോ തദ്ദേശ സ്ഥാപനങ്ങളോ നൽകുന്ന കുടുംബ രജിസ്റ്ററോ ഒക്കെയാണ്. ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ കഴിഞ്ഞാൽ മറ്റു രേഖകളൊക്കെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം കൈവശമുള്ളതാണ്. സ്ഥിരതാമസ സർട്ടിഫിക്കറ്റോ കുടുംബ രജിസ്റ്ററോ ലഭിക്കണമെങ്കിൽ തന്നെ മേൽപ്പറഞ്ഞ രേഖകളില്ലാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടുമാണ്.
8/9/2025 സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആധാർ കാർഡിനെ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ലാതെ ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള രേഖ മാത്രമായി കണക്കാക്കി. 12ാമത്തെ രേഖയായി ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകമായി 1950 ജനപ്രതിനിധി നിയമവും 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടർസ് ചട്ടവും 10/2/2011 UPA സർക്കാർ ഭേദഗതി ചെയ്യുകയും ജനപ്രാതിനിധ്യ നിയമത്തിലെ സെഷൻ 20A ഉൾപ്പെടുത്തുകയും ചട്ടങ്ങളിൽ ചട്ടം 8A 8B എന്നിവ ഒക്കെ ഉൾപ്പെടുത്തി വോട്ടവകാശം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കിയിരുന്നു. ഇന്ത്യൻ പൗരന്മാരായ പ്രവാസികൾക്ക് തീർച്ചയായും പാസ്പോർട്ട് എന്ന രേഖ ഉണ്ട് എന്ന് ഉറപ്പുള്ളതിനാൽ മറ്റുള്ളവരെക്കാൾ വോട്ടർ പട്ടികയിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രത്യേക സമഗ്ര പുനഃപരിശോധനയിൽ വീടുകൾ കയറി എന്യൂമറേഷൻ നടത്തുമ്പോൾ നാട്ടിൽ ഇല്ലാത്ത പ്രവാസികൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി അപേക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നില്ല. എന്നാൽ എന്യൂമറേഷന് വരുമ്പോൾ വീട്ടിലെ ഒരംഗമുണ്ടെങ്കിൽ അവർക്ക് പ്രവാസിയുടെ ഫോമും കൊടുക്കാവുന്നതാണെന്ന് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അനുവദനീയമാണെങ്കിൽ അതും വിജ്ഞാപനത്തിൽ പറയലല്ലേ ശരി? അല്ലെങ്കിൽ മുറ പറയുന്ന ഏതെങ്കിലും BLOമാരുടെ കരുണക്കായി ചിലപ്പോൾ യാചിക്കേണ്ടി വരും. സാധാരണ ചട്ടപ്രകാരം ഇന്ത്യയിൽ ഉള്ള ഒരാൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഫോം 6 അപേക്ഷ നൽകണം. പ്രവാസിയാണെങ്കിൽ ഫോം 6A പോസ്റ്റലായോ ഇലക്ട്രോണിക്കലായോ അപേക്ഷയും രേഖകളും നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം. കരട് പട്ടികയിൽ പേരില്ലെങ്കിൽ ഫോം 6 അപേക്ഷ നൽകാം എന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. എന്നാൽ ഫോം 6A പ്രവാസികൾക്ക് പേര് ചേർക്കുന്നത് സംബന്ധിച്ച് പുതിയ വിജ്ഞാപനം എവിടെയും പറഞ്ഞു കാണുന്നില്ല. അപ്പോൾ കരട് പട്ടികയിൽ പേരില്ലെങ്കിൽ പ്രവാസി എങ്ങനെ അപേക്ഷ കൊടുക്കും? ജനങ്ങളുടെ പൗരത്വം, വോട്ടവകാശം എന്നിവയൊക്കെ എത്ര ലാഘവത്തോടെയാണോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കാണുന്നത്. പ്രവാസികൾ ഉൾപ്പെടെ വളരെയധികം ആളുകളെ ബാധിക്കുന്ന പ്രശ്നം നിയമപരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനുമായും ചീഫ് ഇലക്ടറൽ ഓഫീസറുമായും സമഗ്ര ചർച്ച നടത്തേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വഴങ്ങാത്ത പക്ഷം അവകാശ നിഷേധത്തിനെതിരെ ഭരണഘടനാപരമായും നിയമപരമായും പരിഹാരം കാണേണ്ടതുണ്ട്. വളരെ കൃത്യമായി തന്നെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇന്നത്തെ ചന്ദ്രികയിൽ SIR നടത്തിപ്പിലെ ശരിതെറ്റുകൾ എന്ന തലക്കെട്ടിൽ കൃത്യമായി ഈ ഒരു സുപ്രധാന വിഷയം ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള സുപ്രധാന വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, മാസലാമ.